സ്വാഗതം. കേരളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ ഏതാനും വാർഡുകളുടെ റിസൾട്ട് ഒരുപക്ഷെ വരാനുണ്ടാവും. പതിവിൽ നിന്ന് വിരുദ്ധമായി കേരളം ഒരു UDF തരംഗത്തിലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചത് എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ത്രിതല പഞ്ചായത്തിൻ്റെ 3 വിഭാഗങ്ങളിലും ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പമുണ്ട് എന്ന് വേണമെങ്കിൽ LDFന് പറയാം. അത് മാത്രമേ ഉള്ളൂ. ഗ്രാമപഞ്ചായത്തിൽ വലിയ മുന്നേറ്റം UDFന് ഉണ്ടായിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി എടുത്തു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ 2010-ലും 2020-ലും 2015-ലും ഒക്കെ UDF മുന്നിലെത്തിയതാണ്. ഇത്തവണ കുറേ കൂടി ആ ലീഡ് വർദ്ധിപ്പിക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട്. കോർപ്പറേഷനുകളിലാണ് വലിയ അത്ഭുതമുണ്ടായത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായി BJP ഭരിക്കാൻ പോകുന്നു. അവിടെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ 50 സീറ്റിൽ BJP ജയിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. അവർ അവിടെ ഭരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ, ഈ 4 കോർപ്പറേഷനുകൾ UDF പിടിച്ചെടുത്തു. അതിൽ കണ്ണൂർ കഴിഞ്ഞ തവണ തന്നെ UDFൻ്റെ കൈവശമുണ്ടായിരുന്നതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ 50 വർഷമായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ നേരിയ മുൻതൂക്കത്തോടുകൂടെ കൈവശപ്പെടുത്താൻ മാത്രമാണ് LDFന് സാധിച്ചത്. അതുപോലും ഒരു വിജയമായി അവകാശപ്പെടാൻ LDFന് സാധിക്കുമോ എന്ന സംശയം അവശേഷിക്കുന്നു. അതേസമയം UDF ആകട്ടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ വലിയ പരാജയങ്ങളുടെ ഭാരം അകറ്റി നിർത്തിക്കൊണ്ട് വലിയ മുന്നേറ്റം കോഴിക്കോട് കോർപ്പറേഷനിൽ കാഴ്ചവെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് UDF ഒരു നേരിയ മേൽക്കൈ നേടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. നമുക്ക് മുമ്പ് സീനിയർ ജേർണലിസ്റ്റായ MP പ്രശാന്തും റിസാല അപ്ഡേറ്റിൻ്റെ എഡിറ്റർ ഇൻ ചാർജായ K സുനിൽകുമാറുമാണ്. ഞാൻ ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, ഞാൻ ഇനീഷ്യലി ചോദിക്കുന്നത് ഒരു UDF തരംഗമാണോ അതോ ഇടതുവിരുദ്ധ തരംഗമാണോ? അത് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF തരംഗമായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാൻ കാരണം ഈ ലോക്കൽ ബോഡികളിൽ LDFന് എല്ലാ കാലത്തും മുൻകൈ ഉണ്ടായിരുന്നു. അത് പാർട്ടി സംവിധാനത്തിൻ്റെ ഒരു മികവായിരുന്നു. ഈ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPMന് അങ്ങനെ ഒരു മേൽക്കൈ എല്ലാ കാലത്തും, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയാണ് ബാക്കിയുണ്ടായിരുന്നത്. അത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകാനുള്ള ഏക സാധ്യത എന്നുള്ളത് ഈ ഒരു ഡൈനാമിസം, ഇതിൻ്റെ ഒരു ഡൈനാമിക്സ് വേറെയാണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ആ പ്രതീക്ഷകളെ പോലും തകിടം മറക്കുന്ന രീതിയിൽ ആണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. CPM വിരുദ്ധ വികാരം ആണല്ലോ. അപ്പോൾ അതിൽ തന്നെ പിണറായി വിരുദ്ധ വികാരം നമ്മളിങ്ങനെ സീറോ ഇൻ ചെയ്ത് വരുന്നത് അതാണ്. അപ്പോൾ അപ്പോൾ UDF അനുകൂല വികാരം എന്നതിൽ ഉപരിയായിട്ട് അത് ഭരണത്തിനെതിരെയുള്ള വികാരമാണ്. പല കാരണങ്ങളുണ്ടാവാം. ഒന്ന് 10 വർഷമായിട്ടുണ്ടാകുന്ന ഒരു ഫെറ്റീഗ് ഉണ്ടാവാം. പിന്നെ രണ്ടാമത്തത് CPM നേതാക്കളുടെ ഈ വർഗീയമായ പരാമർശങ്ങളുടെ ഒരു കാര്യം ഉണ്ടാവാം. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ കൊണ്ടു നടക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ വളരെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നതുണ്ടാവാം. അങ്ങനെ പല ഘടകങ്ങളുണ്ടാവാം. ഒരുപക്ഷെ ശബരിമലയും ഉണ്ടാവാം. അതൊരു ഘടകം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ, ശബരിമല എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഓപ്ഷൻ വേറെ ഇല്ലാത്തത് കൊണ്ട് അവർ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ നമുക്കറിയാം, വളരെ അടുത്തറിയാവുന്നത്, സ്വന്തമായിട്ട് ഒരു മേയർ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ആ മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടുണ്ടോ എന്ന് പോലും ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസ്സിനാണ് ഇത്ര വലിയൊരു ഭൂരിപക്ഷം അല്ലെങ്കിൽ ഇത്ര വലിയൊരു വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം UDFൻ്റെ ഏതെങ്കിലും മേന്മയോ UDFൻ്റെ പ്രവർത്തന മികവോ അല്ല അതിന് കാരണം. ഇത് ഒരു ഈ വർദ്ധിച്ചു വരുന്ന ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ അത് UDF അനുകൂല വികാരമല്ല, അത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അത് എല്ലാ രീതിയിലും. സുനിൽ, ഞാനിത് ഈ ചോദ്യത്തിന് തുടർച്ചയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ LDF, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ
ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ക്ഷേമ പെൻഷൻ കൂട്ടുന്നു, റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടുന്നു, നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നു, അതായത് സ്റ്റേറ്റിന് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന വർദ്ധിപ്പിക്കുന്നു, ആശാ വർക്കർമാരുടെ ഓണററി റേറ്റിൽ വർധന വരുത്തുന്നു, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾക്ക് പെൻഷൻ പ്രഖ്യാപിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. അതിനുശേഷം അദ്ദേഹം ഈ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം മുൻകൈയെടുത്ത പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഒരു പകുതിയെങ്കിലും വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടായിരുന്നു. അപ്പുറത്തെ UDF ആകട്ടെ ഒരു പരിധി വരെ, പ്രത്യേകിച്ച് കോൺഗ്രസ്, അവരുടെ യുവാവായ ജനപ്രതിനിധി വലിയ ആരോപണങ്ങൾ നേരിടുന്നു, കേസിൽ പ്രതിയാകുന്നു, അങ്ങനെ പ്രതിരോധത്തിൽ നിൽക്കുന്നു. പിന്നെ അവരുപയോഗിച്ചത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ആയുധമായിരുന്നു. അപ്പോൾ ഇതാണോ യഥാർത്ഥത്തിൽ, ഈ കമ്പാരിസണാണോ യഥാർത്ഥത്തിൽ വോട്ടിൽ പ്രതിഫലിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റുമോ, അതോ അതിനപ്പുറത്തുള്ള എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? ഇത് നമ്മളിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സംഭവിക്കാറുള്ളത് പോലെ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പുകളല്ല യഥാർത്ഥത്തിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിൽ സാധാരണ നിലയ്ക്ക് നടക്കാറ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 2010 നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനെ അവിടെ ചേർന്ന് പോകുന്ന ഒരു വലിയ വിജയമാണ് യഥാർത്ഥത്തിൽ UDF ഉണ്ടായിരിക്കുന്നത്. 500-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ UDF വിജയം നേടിയിരിക്കുന്നു. മുനിസിപ്പാലിറ്റികളിൽ, അതുപോലെ തന്നെ കോർപ്പറേഷൻ വലിയ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് BJP കൊണ്ടുപോയി, മറ്റ് 4 കോർപ്പറേഷനുകളിൽ UDFന് വിജയം നേടാൻ കഴിഞ്ഞു. മുനിസിപ്പാലിറ്റികളിൽ ബഹുഭൂരിപക്ഷവും നേടാൻ കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേടാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ UDFന് വളരെ ആധികാരികമായൊരു വിജയം, ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തൊരു വലിയ വിജയം അവർ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരു തരത്തിൽ UDFൻ്റെ വിജയമായിരിക്കെ തന്നെ, നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ, ഇത് CPMൻ്റെ ഒരു പരാജയം കൂടിയാണ്. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ CPMനെ പോലുള്ള പാർട്ടി എപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ ഈ പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും സംഘടനാ ശക്തികൾ കൊണ്ടുകൂടിയാണ്. അവർ ജനങ്ങളോട് ഇടപെടപ്പെടുന്ന ആ ഒരു ബന്ധം കൊണ്ടുകൂടിയാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു വലിയ രാഷ്ട്രീയമെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി എന്നുള്ളതൊക്കെ ശരി തന്നെ. ഇപ്പോൾ ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ച് ഇപ്പം ബീഹാറിൽ ഒരു പക്ഷേ നിതീഷ് കുമാർ വിജയിച്ചത് 10,000 രൂപ വീടുകളിൽ എത്തിച്ചു കൊടുത്തു, സ്ത്രീകൾക്ക് കൊടുത്തു എന്നുള്ളത്. അതിന് സമാനമായ തരത്തിൽ 1000 രൂപ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ 2500 രൂപയും ആക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കേരളത്തെപ്പോലുള്ള ഒരു സമൂഹത്തിൽ ഈ ക്ഷേമ പെൻഷനിലുള്ള വർധന വലിയൊരു കാര്യമായി ജനങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ 2500 രൂപ അല്ലെങ്കിൽ 2000 രൂപ എന്നുള്ളത് ഒരു സാധാരണ കുടുംബത്തിലൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊരു അവകാശമായി ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ 2000 രൂപ എന്നുള്ളൊരു വലിയ തുകയല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അവകാശമായി ഒരു പക്ഷേ ജനങ്ങൾ അതിനെ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഫ്രീ ബീസ് കൊണ്ട് തെരഞ്ഞെടുപ്പുകളെ വിജയിക്കാമെന്നുള്ളത് കഴിയുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറുവശത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ പോലെ, അതിൻ്റെ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന, പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. പക്ഷേ അവർക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. മാത്രമല്ല BJPക്ക് ഇപ്പോൾ തിരുവനന്തപുരം പോലെ ഒരു സ്ഥലം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരമായതുകൊണ്ടാണ് ഒരു വശത്ത് UDFനും മറുവശത്ത് BJPക്കും ഒക്കെ തന്നെ ഈ വിജയം നേടാൻ കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പറയുമ്പോഴേ ഇതിൻ്റെ ഞാൻ ചോദിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. ഭരണപരാജയങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൻ്റെ പരാജയമായിട്ട് കാണാൻ പറ്റുമോ UDFൻ്റെ, LDFൻ്റെ, പ്രത്യേകിച്ച് CPMൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നു എന്നുള്ളതൊരു ചോദ്യം വരുമല്ലോ. എന്തായിരുന്നു CPM പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് CPM, തിരഞ്ഞെടുപ്പും കാലത്തും തിരഞ്ഞെടുപ്പും അല്ലാത്ത സമയത്തും ഉയർത്തുന്ന രാഷ്ട്രീയമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്കുലർ രാഷ്ട്രീയമാണ്. ആ സെക്കുലർ രാഷ്ട്രീയത്തിന് എന്തൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPI, CPM പോലുള്ള പാർട്ടികൾക്ക് ഉണ്ടായിരുന്ന ഒരു മെച്ചം എന്നുള്ളത് അത് വർഗീയതക്കെതിരെ എല്ലാ കാലത്തും ഒരു പ്രിൻസിപ്പിൾഡായിട്ട് നിലപാടെടുത്തു എന്നുള്ളതാണ്. അത് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടാവും. ചിലപ്പം ഇലക്ഷനിൽ തിരിച്ചടികൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് പോലും ആ നിലപാട് മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു അടുത്ത കാലത്തായി നാം കാണുന്നത് എല്ലാ രീതിയിലുള്ള മറകളും മാറ്റി വെച്ചുകൊണ്ട്
തികച്ചും വർഗീയമായിട്ടുള്ള ഒരു 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 പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലേക്ക്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഏറ്റവും അടുത്തിൽ അവസാനം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ടാവും, AK ബാലൻ പറഞ്ഞത്, ഇനി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കും ആഭ്യന്തര വകുപ്പ്. ഇത് CPM രാഷ്ട്രീയമാണോ അതോ സംഘപരിവാർ രാഷ്ട്രീയമാണോ എന്ന് നമുക്ക് തെറ്റിദ്ധരി പോലും ഉണ്ടാകും. ഇത് പറയുന്ന ആളുടെ മുഖം മറച്ചു വെക്കുകയാണെങ്കിൽ ഇത് CPM ആണോ RSS ആണോ എന്നൊരു സംശയം ഉണ്ടാകുന്ന രീതിയിൽ അത്രത്തോളം എന്താ പറയുക, ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആയിരുന്നു ഈ സമയത്ത് CPM പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ കാലത്തും ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം UDFിനുണ്ടാകുമ്പോൾ അതിൻ്റെ മൊത്തം ഇത് തീവ്രവാദികളിലാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അത് ഒരു വശത്ത്. മറുവശത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ട് ഇപ്പുറത്ത് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമം, അതായിരുന്നു രാഷ്ട്രീയം. CPMൻ്റെ രാഷ്ട്രീയം വേറൊരു രാഷ്ട്രീയവും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ മര്യാദ. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചേഞ്ച് ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങുന്നത് CPMൻ്റെയും LDFൻ്റെയും രാഷ്ട്രീയത്തിൽ. അതിന് മുമ്പ് അത് പറഞ്ഞിരുന്നെങ്കിൽ പോലും കുറച്ചുകൂടെ ലൗഡായിട്ട് ഇത് പറയാൻ തുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയത്തിന് ശേഷമാണ്. അതായത് തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ ഉണ്ടാകേണ്ട പൊളിറ്റിക്കൽ പോളറൈസേഷനെ കുറിച്ചുള്ള ഒരു ധാരണ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ തന്ത്രം CPM മെനയുന്നു. അതിനനുസരിച്ചുള്ള പ്രചാരണ പരിപാടികൾ നടത്തുന്നു. നമ്മൾ ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ ഇപ്പോൾ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും വലിയ ചേഞ്ചൊന്നും വലിയ നഷ്ടമൊന്നും UDFന് ഉണ്ടാക്കിയിട്ടില്ല. തൃശ്ശൂർ പോലും LDFന് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പുറത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒക്കെ LDFനൊപ്പം നിന്ന പ്രദേശങ്ങൾ പലതും LDFൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ഇത് രണ്ടും കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലേക്ക് എത്തി ഈ സ്ട്രാറ്റജി വഴി. ഈ ഒരു സെനാറിയോ നമ്മൾ മുൻകൂട്ടി കണ്ടതാണ്. ഇതൊരു കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരുന്നു. ഇതല്ലാതെ മറ്റൊരു രാഷ്ട്രീയവും CPMന് ഈ കഴിഞ്ഞ കുറച്ച് അതിലും പറയാനുണ്ടായിരുന്നില്ല. ആ റിസ്ക് അവർ ഏറ്റെടുത്തു. അതായത് ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കേണ്ടിയിരുന്ന രാഷ്ട്രീയം അത് കേവലമായ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി, ഭരണ തുടർച്ച എന്ന ഏക പോയിന്റിൽ നിൽക്കുകയും ബാക്കിയെല്ലാം അടിയറ വെക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ ബാക്കിയുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അപ്പോൾ കേരളത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് നിർത്തുക, അതായത് അഖിലേന്ത്യാ തലത്തിൽ CPM എടുക്കുന്ന നിലപാടുകളെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ പാർട്ടി നിലനിരുന്നത്. അതുകൊണ്ട് PM ശ്രീയുടെ കാര്യത്തിൽ, UAPയുടെ കാര്യത്തിൽ നമ്മളൊക്കെ പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ CPMൻ്റെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നിലപാടെടുക്കാൻ കാരണം ഇവിടെ ഈ ഭരണം എങ്ങനെയെങ്കിലും തുടർഭരണം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു പൊളിറ്റിക്സിന് എതിരെ സംസാരിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് പറ്റുമായിരുന്നില്ല. കാരണം കേന്ദ്ര നേതൃത്വത്തിന് കേരളത്തിലെ ഭരണം എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു റിസ്ക് ആണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. കാരണം ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടു, തൃശ്ശൂർ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ക്രിസ്ത്യൻ വോട്ട് നഷ്ടപ്പെട്ടു, ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുസ്ലിം വോട്ട് നഷ്ടപ്പെട്ടു. ഇതിനെല്ലാം ഉപരി സെക്കുലറായിട്ടുള്ള വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ CPMൻ്റെ രാഷ്ട്രീയം, CPM കഴിഞ്ഞ കുറേ കാലമായി എടുത്ത പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മൊത്തം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടത്. ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ളത്, ഒരുപക്ഷെ ഇനി എന്തായിരിക്കും CPM എടുക്കാൻ പോകുന്ന നയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ക്യൂറിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം എന്താണ് CPM നേതാക്കന്മാർ പറയുന്നത്. ഡിസ്കഷനിലേക്ക് വരാൻ ഈ പറഞ്ഞൊരു ഒരു പ്രശ്നമുണ്ടല്ലോ CPM, ഇതിൽ നിന്നാണോ BJP സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ നേട്ടം ഉണ്ടാക്കി, അതിൻ്റെ ഒരു തുടർച്ച അവരുണ്ടാക്കിയെടുക്കുന്നത് CPMൻ്റെ ഈ സ്ട്രാറ്റജിയെ ബേസ് ചെയ്തിട്ടാണോ? കാരണം ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ഒരു പരിധിവരെ ആലപ്പുഴ ചില നഗരസഭയിലൊക്കെ BJP 2ാം സ്ഥാനത്താണ്. അവിടെ CPMൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു പക്ഷേ അതിന് കാരണമായിട്ടുണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും BJPയുടെ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതേസമയം UDFിൽ നിന്ന് BJPക്ക് ലിവറേജ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലൊന്നും അത്ര പ്രകടമായി നമ്മൾ കാണുന്നില്ല. കൂടെ സൂക്ഷ്മമായി ചിലപ്പോൾ അനലൈസ് ചെയ്താൽ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രകടമായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ബേസിക്കലി ഇന്ന് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് BJP ഉണ്ടാക്കിയ ഒരു നേട്ടത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് CPMൻ്റെ ഈ സ്ട്രാറ്റജിയാണ്.
CPM യഥാർത്ഥത്തിൽ ഇത്തരം ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്തുന്നത് തന്നെ ഈ BJP ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഒരു നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ CPM അല്ലെങ്കിൽ കേരളത്തിലെ LDF എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇപ്പം KM മാണിയുടെ പാർട്ടിയെ ഒഴിവാക്കി നിർത്തിയാൽ അതൊരു ഹിന്ദു ബേസുള്ള പാർട്ടിയാണ്. പിന്നോക്ക ദലിത് വോട്ടുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിത്തറ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിന് മുമ്പുമായി സംഭവിച്ച കാര്യം, അത് പാർട്ടി തന്നെ പറഞ്ഞ കാര്യമാണ്, ഈ ഇഴവ വോട്ടുകൾ, പിന്നോക്ക വോട്ടുകളുടെ ബേസിലേക്ക് BJP കടന്നു കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിനെ നേരിടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹിന്ദു വോട്ടുകളെ തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് രാഷ്ട്രീയമായ വഴിയല്ല CPM സ്വീകരിച്ചത്. മറിച്ച് BJP എന്ത് തരത്തിലുള്ള അജണ്ടയാണോ കേരളത്തിൽ പ്രാക്ടീസ് ചെയ്തത്, അതായത് ഒരു വശത്ത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള പ്രചാരണം, ഹിന്ദു പ്രീണനം, ഏതാണ്ട് സമാനമായ തരത്തിൽ കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സാണ് യഥാർത്ഥത്തിൽ CPM കേരളത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ രാഷ്ട്രീയമായ ഈ സ്ട്രാറ്റജി യഥാർത്ഥത്തിൽ ഒരു വലിയ പരാജയമായി എന്നത് ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പിന്നോക്ക ദലിത് വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഘട്ടം വരെ CAA വിരുദ്ധ സമരത്തിൽ, അതുപോലെ തന്നെ പലസ്തീൻ പോലുള്ള ഇഷ്യൂസിലൊക്കെ ഒക്കെ തന്നെ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു പ്രതിച്ഛായ, ഒരു സെക്യുലർ പാർട്ടി എന്നുള്ളതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും UDFന് അനുകൂലമായി കൺസോൾഡേറ്റ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ CPM ഇപ്പോൾ നടത്തുന്ന ഈ പ്രചാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കൊണ്ട് അവർ കാണിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു മുസ്ലിങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ, മുസ്ലിങ്ങൾ ഒരു തരം ഈ മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ട ഒരു പാർട്ടിയാണോ, RSSനെ പോലെ അല്ലെങ്കിൽ BJP പോലെ ഭയപ്പെടേണ്ട, തങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നൊരു പാർട്ടിയാണോ എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കാനാണ് അവരുടെ ഈ സ്ട്രാറ്റജിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. മറുവശത്ത് ആ തോന്നൽ സൃഷ്ടിക്കാന്ന് പറയുമ്പോൾ ആ തോന്നൽ മുസ്ലിങ്ങളിൽ സൃഷ്ടിക്കുന്നു, അതേപോലെ ഒരു വൈരാഗ്യ മനോഭാവം ഇതര മതവിഭാഗങ്ങളിലും സൃഷ്ടിക്കുന്നു. അതെ, അവർക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തിരഞ്ഞെടുക്കാനുള്ളത് കൂടുതൽ മെച്ചപ്പെട്ട ഹിന്ദു പാർട്ടി BJP ആണ്, അല്ലെങ്കിൽ അവരുടെ സഖ്യമാണ്. ഇനി മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ജനങ്ങൾ ഈ കാലത്താണല്ലോ ജീവിക്കുന്നത്. തൊട്ട് മുമ്പുള്ള തിരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായൊരു കാര്യമാണ്. അവരിപ്പോൾ എത്ര മറച്ചു വെച്ചാലും അത് മൂടി വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഫലത്തിൽ രണ്ടുപേരും ഒരേ തരം ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹിന്ദു പാർട്ടിയാണല്ലോ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു ഇതിലേക്ക് എത്തും. മറുവശത്ത് സംഘടനാപരമായി വലിയ തകർച്ച, അതിൻ്റെ അടിത്തറ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു വ്യക്തിയിലേക്ക് പാർട്ടി കേന്ദ്രീകരിക്കുന്നത്, പ്രശാന്ത് ചൂണ്ടിക്കാണിച്ച പോലെ ഒരു വ്യക്തിയിലേക്ക് പാർട്ടി നേരത്തേക്കുള്ള ഇപ്പോൾ VS അച്യുതാനന്ദൻ ലാർജർ ദാൻ ഒരു ഫിഗറായി മാറിയെങ്കിൽ, ഒരു വലിയ പാർട്ടിക്ക് അതീതനായി മാറിയ സമയത്തോ, അല്ലെങ്കിൽ ഗൗരിയമ്മയെ പോലുള്ള ഒരാളും അതീതനായി മാറിയ സമയത്തോ പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. VS ഭരിച്ചിരുന്ന സമയത്ത് പാർട്ടി നിയന്ത്രിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പോലും പാർട്ടി എഴുതി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ തിരിച്ചാണ്. അതായത് മുഖ്യമന്ത്രി പാർട്ടിയെ നിയന്ത്രിക്കുന്ന, അത് കേരളത്തിലെ കമ്മിറ്റിയെ മാത്രമല്ല കേന്ദ്ര കമ്മിറ്റിയും പൊളിറ്റ് ബ്യൂറോയും ഒക്കെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് എത്തി. അപ്പോൾ അതൊരു കറക്റ്റീവ് ഫോഴ്സായി പാർട്ടിക്ക് പോലും മാറാൻ കഴിയാത്തൊരു പ്രത്യേകമായൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, താഴെത്തട്ടിലേക്കും ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സംഘടനാ കമ്മിറ്റികൾ ഒന്നുകിൽ ഒരു ബ്യൂറോക്രാറ്റിക്കായൊരു സംവിധാനമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ബഹുജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ആർക്ക് അനുകൂലമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ, ക്ഷേമപ്രവർത്തനങ്ങൾ, വലിയ വികസന പ്രവർത്തനങ്ങൾ ഇതിനനുകൂലമായിട്ടാണോ ചിന്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് പാർട്ടി മാറുന്നുണ്ട്. അതെങ്ങനെ തിരുത്തും എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രതിഫലനമായിരിക്കും ഇന്ന് മുതിർന്ന നേതാവായ MM മണി ഞങ്ങൾ ആനുകൂല്യങ്ങളെല്ലാം നൽകി, അത് വാങ്ങിയതിന് ശേഷം ജനം തിരിച്ചുകൂത്തി എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേ മനോഭാവം പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഉണ്ടായത്. സർക്കാർ ഇത് ആനുകൂല്യങ്ങളൊക്കെ നൽകുന്നുണ്ട്, പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്താൽ പോരാ, നിങ്ങൾ വേറെ എന്തിനാ ആലോചിക്കുന്നത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ അതിലേക്കല്ല വരുന്നത്. ഇപ്പോൾ BJPയുടെ ഒരു പെർഫോമൻസ്, BJPയുടെ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ, അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരം പിടിക്കാൻ പാകത്തിലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് എന്നുള്ള പ്രചരണം നടത്തുന്നു. വളരെ സ്ട്രാറ്റജിക്കലായിട്ടൊരു മൂവ്മെൻറ്റ് നടത്തി അവർ ഭരിക്കും എന്നുള്ളൊരവസ്ഥ എത്തി. കേവല ഭൂരിപക്ഷമല്ല, പക്ഷേ ഭരിക്കും എന്നുള്ള അവസ്ഥ എത്തി. മറ്റ് പല നഗരസഭകളും എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭ എറണാകുളത്ത് അവർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. കഴിഞ്ഞ തവണ കിട്ടിയ പന്തളം പക്ഷേ അവർക്ക് കൈവിട്ടു പോയിരിക്കുന്നു. അതേസമയം മറ്റ് ആലപ്പുഴ ജില്ലയിലെ പല നഗരസഭകളിലും അവർ 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിൽ അവർ ടാലി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രസൻസ് അവർ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. കൊടുങ്ങല്ലൂർ നഗരസഭ കഴിഞ്ഞ തവണ ഒരു സീറ്റിന് മാത്രം ഭരണം നഷ്ടപ്പെട്ടാണ്, അത് പിടിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് സീറ്റ് കുറയുകയാണ് ചെയ്തത്.
അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു സീറ്റെണ്ണം കൂട്ടി. അപ്പോൾ നമ്മൾ അതുപോലെ കാസർഗോഡ് അവരുടെ സീറ്റെണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ പല സ്ഥലങ്ങളിലും ഒരു സീറ്റെണ്ണം. അപ്പോൾ നമ്മൾ കേരളം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവരുടെ വോട്ട് പെർസെൻറ്റേജ് ഏതാണ്ട് 15% എത്തിച്ചിരുന്നു. അതിനുശേഷം വരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് താഴേക്ക് പോയി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കൂടി 20%. ഏതാണ്ട് അതേ പെർഫോമൻസ് ഇത്തവണ ഉണ്ടാവും എന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. BJPയുടെ വളർച്ച അത് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു തോതിൽ നടന്നിട്ടുണ്ടോ? അത് LDFിൻ്റെ വോട്ടിന് സാധാരണ നമ്മൾ വിചാരിക്കാതെ UDFനെയാണ് ഹിറ്റ് ചെയ്യുക എന്നാണ് ഒരു പരമ്പരാഗതമായ സമവാക്യത്തിൽ പറയുക. പക്ഷേ ഇത് CPMനെ അല്ലെങ്കിൽ LDFനെ നല്ലവണ്ണം ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ അത് ഇങ്ങനെ ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് CPMനെ സംബന്ധിച്ച് ഒരു കൺസേൺ അല്ല എന്നതാണ്. ഇപ്പോൾ പണ്ടൊക്കെ CPM നേതാക്കന്മാരുടെ CPM പ്രവർത്തകരുടെ ഒരു വലിയൊരു കൺസേൺ BJP എത്ര വോട്ട് ജയിക്കുന്നു, BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് വരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്ട്രാറ്റജി ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ BJPയെ അത്രമാത്രം ശത്രുതയോടുകൂടി കാണുന്നുണ്ടോ എന്നുള്ളത് ഒരു കേവല സംശയം മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ളത് അത് CPMൻ്റെ കൺസേൺ അല്ല, അത് UDFൻ്റെയും കൺസേൺ അല്ല, അത് പിന്നെ ആരുടെ കൺസേൺ ആണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പോൾ BJP ഇപ്പോൾ കോഴിക്കോട് അവർ 7 സീറ്റ് ഉണ്ടായിരുന്നത് അവർ നേരെ ഇരട്ടിയാക്കി 14 ആക്കിയിട്ടുണ്ട്. പല സീറ്റുകൾ കൃത്യമായ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷിച്ചുണ്ടായിരുന്നത് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു ബ്യൂറോക്രാറ്റ്, അതൊരു ബ്യൂറോക്രാറ്റിക് സമീപനമാണ് പാർട്ടിയിൽ കൊണ്ടുവന്നതെന്നും അതിൽ പാർട്ടിക്ക് വലിയ അസംതൃപ്തി ഉണ്ട് എന്നും RSS ഉൾപ്പെടെയുള്ള സംഘടനകളുമായി നല്ല ഒരു ബന്ധമല്ല അദ്ദേഹത്തിന് ഉള്ളതെന്നും മുൻ പ്രസിഡന്റുമാർ പലരും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നുമുള്ള പ്രതീതിയാണ് ഈ ഇലക്ഷൻ റിസൾട്ടിന് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ കവിഞ്ഞ് വെച്ചുള്ള റിസൾട്ടാണ് ഉണ്ടായത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കാരണം എന്നുള്ളത് അത് ഈ BJPക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റിഗ്മയായി കാണുന്ന ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. BJP ജയിക്കുന്ന അത്തരത്തിൽ ഒരു ഘട്ടം BJP കടന്നു കഴിഞ്ഞാൽ ത്രഷോൾഡ് ഉണ്ട്, അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ BJP ജയിക്കാത്തത് അല്ലെങ്കിൽ BJPക്ക് കാര്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് അത് ഇവിടുത്തെ എറിത്മെറ്റിക്കാണ്, അത് നമ്മുടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ നമ്പറാണ്. അപ്പോൾ അതിൽ കവിഞ്ഞ ഒരു പ്രതീക്ഷ അവരതിലുണ്ടാവില്ല. അതിൽ ക്രിസ്ത്യൻ വോട്ടിൽ പ്രത്യേകിച്ച് BJP കടന്നു കയറാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്രമാത്രം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സംശയമാണ്. കാരണം തൃശ്ശൂർ, എറണാകുളം ആ മേഖലകളിൽ ഇവർ പ്രതീക്ഷിച്ച ഒരു ഡിപ്ലോമസി ഉണ്ടല്ലോ, ആ ഡിപ്ലോമസി നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ UDFന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ആശ്വസിക്കാൻ പറ്റുന്നത് കോൺഗ്രസ്സിൽ നിന്ന് അകന്നുപോയ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവണം. അത് ഒരു വലിയൊരു കോൺഗ്രസ് സംബന്ധിച്ചുള്ള ആശ്വാസമാണ്. അപ്പോൾ BJPയുടെ വളർച്ച എന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്ന്, BJPയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാ കാലത്തും കച്ചകെട്ടി നിന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് BJP ഒരു തൊട്ടുകൂടാത്ത പാർട്ടിയാണോ എന്നുള്ള ആ ഒരു നിലപാട് മാറിയോ? അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം നമുക്കറിയാം കൊല്ലത്ത് ആലപ്പുഴയിൽ ഒക്കെ CPMന് കിട്ടേണ്ട വോട്ടുകൾ BJPയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ വോട്ട് എവിടെ നിന്നാണ് പോകുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തിയത് കൊണ്ട് CPMന് കാര്യമായ മെച്ചമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ പോലും ആണ് ഭൂരിപക്ഷം. കാരണം കൊല്ലത്ത് ആലപ്പുഴയിലൊക്കെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് BJPയിലേക്ക് പോയി വോട്ട് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ BJP പ്രവർത്തകരാണ്. അപ്പോൾ RSS വലിയ സംഘടനയാണ്, മഹത്തായ സംഘടനയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ NDAയിലാണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മുടെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാക്കി വെച്ചത് കൊണ്ട് ആ സമുദായത്തിൻ്റെ വോട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ BJPക്ക് ഉണ്ടായ വളർച്ച അത് ആ വോട്ടുകൾ മെജോറിറ്റി വോട്ട് പോയിട്ടുള്ളത് CPMൻ്റെ അനുഭാവികളിൽ നിന്നാണ്. പാർട്ടി പ്രവർത്തകരാണെന്ന് ഞാൻ പറയുന്നില്ല. CPMന് കിട്ടിക്കൊണ്ടിരുന്ന
പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. ആ വോട്ടുകൾ കണ്ണുവെച്ചിട്ടാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ കൂടെ നടക്കുകയും കാറിൽ കയറ്റി കൊണ്ടുപോവുകയും വലിയ രീതിയിൽ അനുമോദിക്കുന്ന സദസ്സുകളൊക്കെ ഉണ്ടായത്. പക്ഷെ അത് വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ വർക്കൗട്ട് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. NSS ജനറൽ സെക്രട്ടറി അടുത്ത കാലത്ത് സർക്കാരിന് അനുകൂലമായ നിലപാടെടുത്തു. അദ്ദേഹം ആർക്ക് അനുകൂലമായ നിലപാടെടുത്താലും ഒരു തോൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ അടുത്ത കാലത്ത് അത് ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം അയ്യപ്പ സംഗമം നടത്തുന്നു. അപ്പോൾ അത് അവിടെ ഈ അതിന് മുമ്പ് തന്നെ മുന്നോക്ക സംവരണം അങ്ങനെ ഉണ്ടാവുന്നു. പിന്നെ ഈ സ്പെഷ്യലിസ്റ്റ് അധ്യാപകന്മാരുടെ ഈ പ്രശ്നത്തിൽ NSS കോടതിയിൽ പോയിട്ടാണ് നേടിയതെന്ന് പറയുമെങ്കിലും NSS അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാവുകയും അങ്ങനെ മന്നത്തിൻ്റെ വലിയൊരു സമുദായ നേതാവാണ് എന്ന രീതിയിലുള്ള പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഹിന്ദു സെൻറ്റിമെൻറ്റ് ആണ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നത്. അതിനേക്കാൾ നല്ല ഹിന്ദു പാർട്ടി വേറെ ഉണ്ടാകുമ്പോൾ അല്ലേ, ഹിന്ദുത്വം പറയുന്ന ഹിന്ദുത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈയാളും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ വോട്ട് അത് കേട്ടിട്ട് പേടിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യുന്നത് ആർക്കായിരിക്കും? അപ്പോൾ അത് CPM വിതക്കുന്നു, BJP കൊയ്യുന്നു എന്നുള്ളതാണ്. BJPയുടെ വളർച്ചയിൽ അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നേ ഉള്ളൂ. എന്തായാലും അതിൻ്റെ കൂടുതൽ ഡാറ്റ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ മാത്രമാണ് എങ്ങനെയാണ് വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP സവിശേഷമായി ടാർഗറ്റ് ചെയ്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിരുന്നു. അതിൻ്റെ ഒരു വിജയം കൂടിയായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിജയം BJP കണക്കൂട്ടിയത്. അതിനുശേഷം മുനമ്പം വഖഫ് ഭൂമിയുടെ കാര്യത്തിലൊക്കെ BJP എടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് നമ്മുടെ മുമ്പിൽ. അതായത് ആ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താൻ പാകത്തിൽ വലിയ ശ്രമം BJP നടത്തി. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു കണക്ക് 2000 കാൻഡിഡേറ്റ്സിനെ ക്രിസ്ത്യ വിഭാഗത്തിൽ നിന്ന് BJP മത്സരിപ്പിച്ചിരുന്നു എന്നാണ്. അത് തന്നെ ഒരു ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു. അത് ആ ലക്ഷ്യം കൈവരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കണം. സുനിൽ എന്താ തോന്നുന്നത്? കാരണം ഇപ്പോൾ എറണാകുളത്താണ് BJP മുനമ്പം വലിയൊരു വിഷയമാക്കി സമരം നടത്തിയത്. ആ സമരത്തെ പൂർണ്ണമായും പിന്തുണച്ച് കിരൺ റിജിജു അവിടെ വന്നിട്ട് കേന്ദ്ര നിയമം ഭേദഗതി എന്നോട് പ്രശ്നം തീരും എന്ന് പ്രഖ്യാപിച്ച് സകല BJP നേതാക്കളും വന്ന് പിന്തുണ പ്രഖ്യാപിച്ചത്. ആ സമരസമിതിയിലെ ആളുകൾ തന്നെ BJPക്കാരായി മാറി. ഇതൊക്കെ നടന്നത്. പക്ഷേ എറണാകുളത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായതായിട്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നില്ല. തൃപ്പൂണിത്തറ ജയിച്ചു, പക്ഷേ തൃപ്പൂണിത്തറ വേറൊരു എന്താ പറയുക, വേറൊരു ഇക്വേഷനാണ്, കമ്മ്യൂണൽ ഇക്വേഷൻ വേറെയാണ് അവിടെ. അതുപോലെ തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോൾ വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ താഴേക്ക്. അപ്പോൾ അത് കോട്ടയം വലിയ ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. UDF ആണ് അവിടെ വലിയ വിജയം കൈവരിക്കുന്നത്. പത്തനംതിട്ട UDF തിരിച്ചു വരുന്ന കാഴ്ചയാണ്, കോൺഗ്രസും UDFും തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ BJPയുടെ സ്ട്രാറ്റജി വേണ്ട വിധത്തിൽ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി ലക്ഷ്യമിട്ട് നടന്നിട്ടില്ലാന്ന് തോന്നുന്നു. നടന്നിട്ടില്ല എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികൾ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്, ഒരു കീറാമുട്ടിയാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച്, ഇപ്പോൾ BJPയെ സംബന്ധിച്ച് മാത്രമല്ല, UDFനെയും കോൺഗ്രസ് CPMനെ സംബന്ധിച്ചൊക്കെയാണ്. ഇപ്പോൾ ഈ മാണി ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കാരണം ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു. ജോസ് കെ മാണിയിലൂടെ ഒരു പരിധിവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണ അത് വേണ്ടത്ര വർക്കൗട്ട് ആയിട്ടില്ല. അതിനർത്ഥം ആ വോട്ടുകൾ ഒരു പരിധിവരെ UDFിലേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ്. BJP ഈ പറഞ്ഞ BJPക്ക് കേരളത്തിൽ അധികാരം കിട്ടാനുള്ള സാധ്യതകളെ തടയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ജനസംഖ്യാപരമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു പ്രബലമായൊരു സാന്നിധ്യമാണ്, ജനസംഖ്യാപരമായ സാന്നിധ്യമാണ്. അപ്പോൾ അതിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കടന്നു കയറിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് പലതരത്തിൽ ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്ന സമയത്ത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കെതിരെ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ക്രിസ്ത്യൻ പ്രീണനത്തിന് വേണ്ടി പലതരത്തിൽ, പക്ഷേ അവരിതിന് എത്രമാത്രം ഇതും ഒരുമിച്ച് പോകുന്നുണ്ടെന്നുള്ള കാര്യം സംശയമുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഒരു പരിധിവരെ അത് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ തൃശ്ശൂരിൽ കാര്യമായ നേട്ടം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറുവശത്ത് ഈ മറ്റ് മേഖലകളിൽ പലയിടത്തും ഇപ്പം UDFനാണ് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ച് കിട്ടിയെന്നുള്ളതാണ് തോന്നുന്നത്. അപ്പോൾ പൂഞ്ഞാറിൽ PC ജോർജിനെയും അതുപോലെ തന്നെ ഇവരെ മകനെയൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും വലിയ നേട്ടമൊന്നും ആ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പാലായിലോ പൂഞ്ഞാറിൽ ചില സീറ്റുകളൊക്കെ കിട്ടി. പിന്നെ മുനമ്പത്ത് വേറൊരു പ്രശ്നമുണ്ട്. ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുമ്പോഴും അത് ലത്തീൻ കത്തോലിക്ക വിഭാഗമാണ്. എറണാകുളത്ത് ലത്തീൻ കത്തോലിക്ക വിഭാഗമാണ്. അതിൽ മുനമ്പത്ത് ഈ ഒരു സീറ്റ് മറ്റവർക്ക് കിട്ടിയിട്ടുണ്ട്. BJPക്ക് സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ
ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ എറണാകുളം ജില്ലയിൽ അവർ ഉപയോഗിച്ചത് ആ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഇഷ്യൂ കടന്നു കടന്നു കയറാൻ കയറാൻ വാതിലായിട്ടാണ് അത് അതെ ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞത് ആ ലത്തീൻ കമ്മ്യൂണിറ്റിയിലേക്ക് ആ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് കാര്യമായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എറണാകുളത്ത് യു ഡി എഫ് നേടിയ വലിയ വിജയം, കോർപ്പറേഷനിലൊക്കെ നേടിയ വലിയ വിജയം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിൽ 4 സീറ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ 4-5 സീറ്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ബി ജെ പിക്ക് കാര്യമായി കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. നമുക്കിപ്പം സീനിയർ ജേർണലിസ്റ്റ് ആർ സുഭാഷ് കൂടി ചേരുന്നുണ്ട്. സുഭാഷ്, ഈ ഇന്നത്തെ ഒരു റിസൾട്ട് അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നോ അതോ എക്സ്പെക്റ്റഡ് ആയിരുന്നോ? ഉറപ്പിച്ചങ്ങോട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഇതുമായി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് ഈ ഒരു ഇലക്ഷനോടുകൂടി വലിയ എന്തോ ഒരു സംഭവം കിട്ടും എന്നൊക്കെയുള്ളൊരു തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ അവർ വെച്ച് പുലർത്തിയിരുന്നൊരു സംഭവം. അവരത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു, അവിടെ വലിയ തോതിൽ വിജയിച്ചു. അവർ തിരുവനന്തപുരം അത് നേടി എന്നുള്ളത് കൊണ്ട് അത് കേരളം മുഴുവൻ എന്തോ നേട്ടമുണ്ടാക്കിയെന്നൊരു ഫീലാണ് ഇപ്പോൾ പൊതുവേ ഉള്ളത്. സത്യത്തിൽ കഴിഞ്ഞ തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ എത്രത്തോളം അവർ നേടിയെന്നുള്ളതിന് വിശദമായ കണക്കുകൾ വന്നെങ്കിൽ മാത്രമേ നമുക്കറിയുള്ളൂ. കഴിഞ്ഞ തവണ അവർ 2 മുനിസിപ്പാലിറ്റികൾ നേടിയിരുന്നു. ഇത്തവണയും ഇതുവരെയുള്ള കണക്കനുസരിച്ച് 2 മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. പിന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണത്തിലും കാര്യമായ വ്യത്യാസമുള്ളതായിട്ട് തോന്നുന്നില്ല. പഞ്ചായത്തുകളുടെ എണ്ണത്തിലും കഴിഞ്ഞ തവണ 19 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ 25 26 അങ്ങനെ എന്തോ ഉള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ആ ലെവലിൽ ഇത് ഒരു ബി ജെ പി ഒഴിവായി നിന്നോ അല്ലെങ്കിൽ ബി ജെ പി പുറത്തായി നിന്നോ ആയ ഒരു ഗെയിമായി മാത്രമേ ഇത് കാണാൻ കഴിയൂ. എന്തായാലും എൽ ഡി എഫും യു ഡി എഫും എന്നുള്ളൊരു പരമ്പരാഗത ലെവലിലേക്ക് കേരള രാഷ്ട്രീയം തിരിച്ചു വരുന്നു എന്നുള്ളത് ആ ഒരു ലെവലിൽ പോസിറ്റീവായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇതിനിപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഒരു വികാരം ഉണ്ടാവുന്നു, അതിന്റെ ബെനിഫിഷ്യറിയായി യു ഡി എഫ് തന്നെ വരുന്നു എന്നുള്ളത്. അത് കോൺഗ്രസ് ദുർബലമായി, യു ഡി എഫ് ദുർബലമായി, അതുകൊണ്ട് ആ സിനാരിയോ അല്ല തിരിച്ച് ഇല്ല അത്തരം ഒരു വിഷയത്തിലേക്കേ വരുന്നില്ല. എൽ ഡി എഫ് ദുർബലമാവുന്നു, അതിന്റെ നേട്ടം യു ഡി എഫ് കൊയ്യുന്നു എന്ന ഒരു രീതിയിലേക്ക് അത് മാറുന്നു എന്നുള്ളത് ഈ ഒരു മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് ഇന്ന് കാണുന്നത്. കാരണം വെച്ചാൽ 2010 ആവർത്തിക്കുമെന്നൊക്കെ നേരത്തെ യു ഡി എഫ് നേതാക്കന്മാരൊക്കെ പ്രതീക്ഷ പറഞ്ഞിരുന്നെങ്കിലും അതിനെ കവച്ചു വയ്ക്കുന്ന തരത്തിലേക്ക് ഒരു കാര്യം ആയിട്ടത് മാറി. 2010 പോലും യു ഡി എഫിന് നല്ല നേട്ടം ഉണ്ടാക്കിയപ്പോഴും കൂടുതൽ പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫിനായിരുന്നു. ഇത്തവണ അതുപോലുമല്ല. ഇത്തവണ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി. അതായത് 500-ൽ പരം ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫിന് കിട്ടി. കഴിഞ്ഞ തവണ അത് എൽ ഡി എഫിനായി, 2010 അത് എൽ ഡി എഫിനായിരുന്നു. ആ തരത്തിൽ അത് വലിയൊരു നേട്ടം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് അത് മാറി. ആ ലെവലിൽ അത് എന്താ പറയുക, ഈ 2 പാർട്ടികൾക്കിടയിൽ ഉള്ള ഒന്നാണ് കേരളത്തിലെ കൃത്യമായ പൊളിറ്റിക്സ് എങ്കിൽ അത് വളരെ പോസിറ്റീവായ ഒരു റിസൾട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശാന്തിന് പോകേണ്ടതാണ്. പ്രശാന്തിന് ഒരു കാര്യം കൂടി ചോദിച്ചത്, നമ്മൾ ഈ മലബാർ രാഷ്ട്രീയം സവിശേഷമായി എടുക്കുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിക്കാൻ CPM ശ്രമിക്കുന്നത് ചൂണ്ടിക്കാണിച്ചിരുന്നല്ലോ. കഴിഞ്ഞ കുറേ കാലമായിട്ട് അത് നടക്കുന്നുണ്ട്. ഈ വിമർശനം ഇതര മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പിന്തുണ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിൽ കൂടിയാവണം ഇത്രയും ശക്തമായ വിമർശനം CPM ഒരുപക്ഷെ നടത്തിയിട്ടുണ്ടാവുക. അതിന് വേറൊരു എഫക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാർ ഭാഷയായി മാറുന്നു എന്നുള്ളൊരു ആസ്പെക്റ്റ് അവിടെ ഉണ്ട്. അതിനപ്പുറത്തുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകൾ അവരുടെ മനോഭാവത്തിലും ഈ പ്രശ്നം പ്രതിഫലിച്ചു തുടങ്ങിയോ? അതായത് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ളൊരു കമ്മ്യൂണിറ്റിക്ക് ഏത് സംഘടന എന്നുള്ളതല്ല, മുസ്ലിം എന്നുള്ള ഒരു സമുദായത്തെ മാത്രമാണ് അപ്പുറത്തുള്ളവർ കാണുക. അപ്പോൾ അങ്ങനെ ഒരു വിമർശനം ആ സമുദായത്തിൽ ഉണ്ടാക്കാനിടയുള്ള ഇമ്പാക്റ്റ് അത് ഞങ്ങൾക്ക് ദോഷകരമാണ് എന്ന തോന്നലിലേക്ക് ഇതര മുസ്ലിം സംഘടനകളും എത്തിയോ? അതിൻ്റെ കൂടെ ഫലമാണോ ഈ റിസൾട്ട്? തീർച്ചയായും. കാണുമ്പോൾ ഈ CPM-ന്റെ ജമാഅത്ത് വിമർശനത്തോട് വളരെ സംശയത്തോടു കൂടിയിട്ടാണ് മുസ്ലിം സംഘടനകൾ സമീപിച്ചിട്ടുണ്ടായത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഒരു കാര്യം കൂടെ, ഈ പ്രധാനപ്പെട്ട സുന്നി സംഘടനകളൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായ വെൽഫെയർ പാർട്ടിയെ UDF എടുക്കുന്നതിനെ ശക്തമായി എതിർത്തിരുന്നു. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയോടുള്ള മതപരമായ എതിർപ്പ്. 2, ജമാഅത്തെ ഇസ്ലാമി അവരുടെ പൊളിറ്റിക്കൽ ഫ്രണ്ടായ വെൽഫെയർ പാർട്ടിയോടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള എതിർപ്പ്. ഈ മതപരമായ എതിർപ്പ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് ശക്തമായി തന്നെ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ജിഫ്രി തങ്ങളാണ് അത് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത്
ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ഞങ്ങളുടെ എതിർപ്പ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരെ മറിച്ച് ഒരു 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 രാഷ്ട്രീയ പാർട്ടി ഏത് ഫ്രണ്ടിൽ ചേരണം അല്ലെങ്കിൽ ഏത് മുന്നണിയിൽ ചേരണം എന്ന കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് മുജാഹിദുകളും പറഞ്ഞത്, അതുതന്നെയാണ് എല്ലാ മുജാഹിദുകളും പറയുന്നത്. എല്ലാ 3 മുജാഹിദ് സംഘടനകളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അവർക്കൊക്കെയും ജമാഅത്തെ ഇസ്ലാമി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സലഫി സംഘടനകൾക്ക് ഇഖ്വാനുൽ മുസ്ലിമുമായിട്ട് അതിൻ്റെ ഇന്ത്യൻ പതിപ്പായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അതിശക്തമായ യോജിപ്പുണ്ട്. പക്ഷേ എങ്ങനെയാണ് CPM ഇതിനെ കൈകാര്യം ചെയ്തത്? അപ്പോൾ അവിടെയാണ് നേരത്തെ പറഞ്ഞ സംഭവം ഉള്ളത്. അത് കേരളത്തിന് പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൈകോർക്കുന്നതിൽ അവർക്ക് പ്രശ്നമില്ല. പണ്ട് കൈകോർത്തപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ പ്രശ്നം ഉന്നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള വിരോധമല്ല. അത് വളരെ കൃത്യമായിട്ട് ജമാഅത്തുകാർക്കും മുസ്ലിം ലീഗുകാർക്കും പറയാൻ പറ്റി എന്നുള്ളതാണ്. അത് എക്സ്പോസ്ഡായി. കാരണം ഇത്ര ശക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എതിർക്കേണ്ടത് എന്തിനാണ്? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുകയും അവിടെ നാളെ ഹുക്കുമത്ത് ഇലാഹി നടപ്പിലാക്കാൻ പോകുന്ന രീതിയിലുള്ള അതിഭീകരമായിട്ടുള്ള അത് യാഥാർത്ഥ്യവുമായി നിരക്കാത്ത രീതിയിൽ ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന് പറയാറില്ല നമ്മൾ. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം പോലും അപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്തു. അത് തീർച്ചയായും ബാക്ക് ഫയർ ചെയ്തു. ഓർമ്മയുണ്ട് കഴിഞ്ഞ ഡിസ്കഷനിൽ പ്രശാന്ത് പറഞ്ഞു ലാർജർ ദാൻ ലൈഫ് അവര് തന്നെ ഞെട്ടിപ്പോയതാണ്. പിന്നൊന്നുള്ളത് ഇപ്പോൾ കംപ്ലീറ്റ് ഡിജിറ്റൽ തെളിവുകൾ മുമ്പിലുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള സംഭവം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പറയുന്നതിനൊക്കെ കൃത്യമായ തെളിവുകളുണ്ട്. അപ്പോൾ ഈ പണ്ടൊക്കെ പറഞ്ഞ് നിഷേധിക്കുക എന്ന് പറയുന്നതോടുകൂടി ക്ലീൻ ആവുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ആ സാധനം ഈ LDF കക്ഷികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഇത് ഞാൻ കഴിഞ്ഞ ഒരു ഡിസ്കഷനിലും പറഞ്ഞിരുന്നു. അതായത് ഏത് തരത്തിലുള്ള ജാതീയ അല്ലെങ്കിൽ മതപരമായ സമവാക്യങ്ങളെ സ്വീകരിക്കണമോ അത് കൗശലപൂർവ്വം ചെയ്യാനുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോധ്യം അതിന് ഉള്ള ഒരു ഭാവനയുള്ള LDF നേതാക്കന്മാർ കുറവാണ് എന്നുള്ളതാണ് പ്രശ്നം. പണ്ട് നമ്മൾ സദാം ഹുസൈനെ വെച്ചുകൊണ്ട് EMS രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. വന്നതിന് ശേഷമാണ് പലർക്കും ഇത് അന്തം പോലും മനസ്സിലായിട്ടുള്ളത്. ഇതല്ല, ഇത് പച്ചയിലാണ്. അടുത്ത് ഇപ്പുറത്തേക്ക് എടുത്തിട്ട് ഒരു തരത്തിലും, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തുക, വളരെ പെട്ടെന്ന് ഇപ്പുറത്തേക്ക് മാറി അത് മുഴുവൻ തിരിച്ചടിക്കുക എന്ന് പറയുന്നത് അത് ജനങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. ഈ CPM പറയുന്നത് CPM നേതാക്കളെ മുഴുവൻ സംഖ്യയാക്കാനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുന്നു എന്നൊരു ആർഗ്യുമെൻ്റ് CPM അനുകൂലികളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ കുറച്ചൊക്കെ കഴമ്പുണ്ട് താനും. കാരണം ഇപ്പോൾ കാണുന്നവർ മുഴുവൻ എന്ത് പറഞ്ഞാലും അവർ മുഴുവൻ സംഖ്യയാണ് എന്ന് ചാപ്പയടിക്കുക. അതുപോലെ എന്താ പറയുക, ഒട്ടും യുക്തിസഹമല്ലാത്ത വിധത്തിൽ ചില പദ്ധതികൾ തന്നെ സംഘപരിവാർയാണ് എന്ന് പറയാം. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കുന്നുണ്ടോ? ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലെ ഒരു പ്രതിഭാസമാണ് ഈ ചാപ്പയടി എന്നുള്ളത്. അത് വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ പേര് നോക്കിയിട്ട് പെട്ടെന്ന് ചാപ്പയടിക്കുന്നത്. അപ്പോൾ ഇതിൽ CPM കംപ്ലീറ്റ്ലി ഇന്നസെൻ്റ് അല്ല അത്. അപ്പോൾ CPM തിരിച്ചും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ള ഒരാൾ അഭിപ്രായം പറയുമ്പോൾ ഉടനെ അതിനെ മൗദൂദിയാക്കുക, അതിനെ സുഡാപ്പിയാക്കുക. നേരത്തെ പറഞ്ഞല്ലോ, സംഖ്യയാക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള പ്രതിഭാസം നടക്കുന്നുണ്ട്. അത് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതിഭാസമാണ്. അപ്പോൾ CPM നേതാക്കന്മാരെ, അതായത് സെക്കുലർ ക്രെഡൻഷ്യൽസ് പ്രൂവൺ ആയിട്ടുള്ള CPM നേതാക്കന്മാരെ എന്തുകൊണ്ട് ഇപ്പോൾ P. ജയരാജനെ പോലുള്ള ഒരു നേതാവ്, ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് P. ജയരാജൻ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ തന്നെ RSS കടന്നു കയറുകയും അദ്ദേഹത്തിൻ്റെ ശരീരം വെട്ടി നുറുക്കുകയും ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നേതാവിനെ പോലും സംഘപരിവാർ ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ട് നടക്കുന്നു? അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒരു മുസ്ലിം പേരുള്ള ഒരാൾ വരുമ്പോൾ അത് സുഡാപ്പിയാണ് അല്ലെങ്കിൽ മൗദൂദിയാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നൊരു കാര്യം, ഇത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു സംഗതിയായി മാറി തുടങ്ങിയിട്ടുണ്ടോ? അതിൻ്റെ കൂടെ ഫലം
അതിൻ്റെ കൂടെ ഒരു ചെറിയ സൂചന ഈ അത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൊക്കെ അത് ഉണ്ടോ? ഈ വളരെ കൃത്യമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഈ CPM-നേറ്റ ഈ മലബാർ മേഖലയിലേറ്റ പരാജയത്തിൻ്റെ വലിയൊരു കാരണം തന്നെ ഈ ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന് ഏറ്റവും മുന്നിലുണ്ടായ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ നേതാക്കന്മാരുടെ വാഗ്ധോരണികൾ ഉപയോഗിച്ചുകൊണ്ട്, ഭാഷാ ചാതുര്യം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോൺട്രിബ്യൂഷൻ CPM-ൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. CPM-ന് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് സംഘി എന്ന് വിളിക്കുന്നത് ഒരു 10 കൊല്ലം മുമ്പ് വലിയ ഒരു അപമാനമായി കണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ ഒരു കാണുന്നില്ല. ചില ആളുകൾക്ക് ഉണ്ടാവാമല്ലാതെ അപ്പോൾ അങ്ങനെ അത് സാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഇപ്പോൾ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങളുടെയും അതിൻ്റെ നേതാക്കന്മാരുടെയും ഒക്കെ ഒരു സംഭാവന എന്ന് പറയുന്നത് CPM-നെ മൊത്തം ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്തത് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്, ഉദാഹരണങ്ങൾ നിൽക്കുകയാണ്. പ്രശാന്തിനോട് ഒരു ചോദ്യം കൂടെ എനിക്ക് ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ടേ പ്രശാന്ത് പോകാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് സുനിൽ, ഇതിൻ്റെ ഇപ്പോൾ റിസൾട്ട് വന്നു, LDF ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്യാത്ത വിധത്തിലുള്ളൊരു പരാജയം. കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ വലിയ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനൊന്നും ജയത്തിൽ ഒരു സംശയവുമില്ലാത്ത വിധത്തിലാണ് അത്, അതായത് എൻറ്റയർ സിസ്റ്റം ഞങ്ങൾ ജയിക്കുകയാണ് എന്ന തീരുമാനത്തിലാണ് പോയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നേരെ തിരിച്ചാണ്. ഇനി അങ്ങോട്ട് എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത്? CPM ഇതേ സ്ട്രാറ്റജി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമോ, അതോ അതിൽ പുനരാലോചന ഉണ്ടാവുമോ? കോൺഗ്രസ് അവരുടെ ഒരു തകർച്ചയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ പോലും അതിനെ നമ്മൾ കണക്കാക്കേണ്ടതില്ല, തകർച്ചയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുമോ? എന്താ തോന്നുന്നു? യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സുഭാഷൊക്കെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അപ്പോൾ ഒരു പാർട്ടി ഒരു കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണോ ആ പാർട്ടിയിലുള്ളതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞു. അതായത് നേരത്തെ പാർട്ടിക്ക് വ്യക്തികളെ കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം വ്യക്തി ഭരണത്തെ മാത്രമല്ല പാർട്ടിയെ നിയന്ത്രിക്കുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെ കറക്റ്റ് ചെയ്യും? എന്ത് തരത്തിലുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും? ഇത് അടിമുതൽ മുടിവരെ എത്തിയിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൽ സർക്കാരിനെയോ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇപ്പം ഈ PM ശ്രീ പദ്ധതി തന്നെ അത് CPI അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ PBക്ക് ഇടപെടാനും കേരളത്തിൽ അതിന് തിരുത്താനും കഴിയുന്നത്. മറിച്ച് പാർട്ടിക്കകത്തൊരു തിരുത്തൽ നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആലോചന പോലും നടന്നിട്ടില്ല പാർട്ടിക്കകത്ത്. നയപരമായൊരു വലിയ തീരുമാനം എടുക്കുമ്പോൾ ആ പാർട്ടിക്കകത്തോ മുന്നണിക്കകത്തോ ആലോചിച്ച് തീരുമാനമെടുത്ത് അറ്റ്ലീസ്റ്റ് മന്ത്രിസഭയിലെങ്കിലും ചർച്ച ചെയ്തിട്ടൊരു ധാരണയില്ല, അതുപോലും ഉണ്ടാകാത്തതിലായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ ഉള്ളൊരു പ്രശ്നം വെച്ചപ്പോൾ ഈ പ്രശാന്ത് പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയിലുള്ളൊരു പ്രശ്നം എനിക്ക് പറയാനുള്ളത്, അതായത് ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു കേരളത്തിൽ മാത്രമുള്ളൊരു കമ്മ്യൂണിറ്റി അല്ല, ഒരു അഖിലേന്ത്യാ തലത്തിലൊരു വലിയ അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിലാണ് നമ്മൾ കേരളത്തിൽ ഇവർ ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏത് ഇഷ്യൂ ഉണ്ടായാലും ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തിലൊരു ചെറിയ സംഘടന മാത്രമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരമായി പ്രചാരണം നടത്തുമ്പോൾ ഉള്ള പ്രശ്നം ഈ പറയുന്ന അഖിലേന്ത്യാ തലത്തിൽ ദേശീയ തലത്തിൽ നേരിടുന്നൊരു അരക്ഷിതാവസ്ഥ ഈ സംഘടനകൾക്കപ്പുറത്തേക്ക് സമുദായത്തിലെ മനുഷ്യർക്ക് ഈ ഒരു അരക്ഷിതാവസ്ഥയായിട്ട് പലപ്പോഴും ഇത് ഫീൽ ചെയ്യും എന്നുള്ളൊരു പ്രശ്നമാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ആശയപരവും രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും ഇത് ഞങ്ങൾക്കെതിരെയാണോ വരുന്നതെന്നുള്ളൊരു തോന്നൽ, പ്രത്യേകിച്ച് BJP കേരളത്തിൽ അത്രയും ശക്തമല്ല. ആ നിലയ്ക്ക് ഇവരിങ്ങനൊരു അജണ്ട നേരത്തെ കേട്ട ശബ്ദം ഇവരുടെ വായിൽ നിന്നായിരുന്നു കേട്ടിരുന്നത്. ഇപ്പോൾ ഈ അതേ കാര്യങ്ങൾ ഇവരും പറയുമ്പോൾ ആ ഒരു അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട്. ഇനി ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ ഇതെങ്ങനെ ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കുമെന്നുള്ളൊരു വലിയ ചലഞ്ചാണ് പാർട്ടിയെ സംബന്ധിച്ച്. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ പാർട്ടിക്ക് കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. പ്രത്യേകിച്ച് ഇപ്പം മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നൊരു വലിയ പ്രശ്നം ഇപ്പോൾ BJP കേരളത്തിൽ മുഴുവൻ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അവർ ഭരിച്ച പല സ്ഥലങ്ങളിലും തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ പന്തളം തകർന്നു, പാലക്കാട് ഉദ്ദേശിച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അപ്പോഴും തിരുവനന്തപുരം പോലുള്ളൊരു സ്ഥലത്ത് അവർ നേടിയൊരു വലിയ വിജയം എന്നുള്ളത് അവർ ടാർഗറ്റ് ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. തിരുവനന്തപുരമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്ന നിയമസഭാ മണ്ഡലം. കഴക്കൂട്ടമൊക്കെ തന്നെ 4-5 മണ്ഡലങ്ങൾ അവർ കേരളത്തിലെ എല്ലായിടത്തും അവർക്ക് സ്വാധീനം ഉണ്ടാക്കാനോ ജയിക്കാനോ കഴിഞ്ഞില്ല എങ്കിലും ജയസാധ്യത കൽപ്പിക്കുന്ന 4-5 മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇനി LDF-നാണെങ്കിലും UDF-നാണെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായിട്ടും മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. റൈറ്റ്. ഞാൻ കോൺഗ്രസിൻ്റെ കാര്യം അത് കഴിഞ്ഞാൽ
പ്രശാന്തിന് പോകാം. ഈ മുന്നണി സമവാക്യങ്ങളിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന് എത്രമാത്രം ആത്മവിശ്വാസം നൽകുന്നൊരു ഫലമാണിത്? ആത്മവിശ്വാസം നൽകുകയാണോ ചെയ്യുക, അതോ കോൺഗ്രസിലെ ഇക്വേഷൻസ് വീണ്ടും ആവുകയാണോ ചെയ്യുക? എന്താ സംഭവിക്കുക? കോൺഗ്രസിലേക്ക് കൂടുതൽ ഘടകകക്ഷികളൊക്കെ വരാൻ സാധ്യത. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനൊക്കെ വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. പാലയിലൊക്കെ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല, കോട്ടയത്ത് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല, പത്തനംതിട്ടയിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ല. മുന്നണി മാറാനൊക്കെ ആലോചിക്കാവുന്നതാണ്. ഈ റിസൾട്ട് വന്ന ഉടനെ ജോസ് കെ മാണിയുടെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നു തോന്നുന്നു. അദ്ദേഹം എല്ലാവർക്കും വിജയാശംസ എത്തിയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാ ഓപ്ഷൻസും ഓപ്പണാണ് എന്നുള്ളതാണ്. അതേ LDFൻ്റെ പരാജയമെന്നോ അങ്ങനെ ഒന്നല്ല, വിജയിച്ച എല്ലാവർക്കും ആശംസകളൊക്കെ പറയുന്നത്. അപ്പം അത് വളരെ കൃത്യമാണത്. അപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു രീതി ആയതുകൊണ്ടും പറയാൻ പറ്റില്ല. ജോസ് കെ മാണിയുടെ അല്ല, കേരള കോൺഗ്രസിൻ്റെ രീതി. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐഡിയോളജിക്കൽ ബാഗേജ് ഇല്ലാത്ത ഒരു പാർട്ടിയാകുമ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം. RJDക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതാണ്. നേരെ മറിച്ചായിരുന്നെങ്കിൽ ഈ നേരെ മറിച്ച് ഈ ഒരു വിജയം LDFനായിരുന്നെങ്കിൽ മുസ്ലിം ലീഗിന് വേണമെങ്കിൽ ആലോചിക്കാമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ്സിലെ എന്ന് പറഞ്ഞേക്കാൾ കോൺഗ്രസ്സിലെ എന്ന് പറയുന്നതിനേക്കാൾ VD സതീശൻ്റെ ഒരു ആത്മവിശ്വാസം കൂട്ടും എന്നാണ് കാണുന്നത്. കാരണം അദ്ദേഹം എടുത്ത ഈ നിലമ്പൂർ ഇലക്ഷനിൽ എടുത്ത തീരുമാനം, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത തീരുമാനം, അത് വളരെ പാർട്ടിയിൽ ഉള്ളിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതെ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മാറി എന്ന് പറഞ്ഞത് അമീർ അല്ല എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹമാണ് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ കൂടുതൽ സെക്യൂർ ആവുകയാണ് ചെയ്തത്. പിന്നെ സ്ഥാനമോഹികളുണ്ടാവും, അത് കോൺഗ്രസ്സിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ സതീശൻ തന്നെ ആവുമോ എന്ന് പറയാം, കോൺഗ്രസ് ആയതുകൊണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ്, ഈ റിസൾട്ട് ഇങ്ങനെ വന്നത്, കെ സുധാകരൻ്റെ പത്രസമ്മേളനം കുറച്ച് മുമ്പ് ഒരു ഞാൻ വരുന്നതിന് മുമ്പ് കേട്ടിരുന്നു. അദ്ദേഹം പക്ഷേ അങ്ങനെ ഇത് ഭയങ്കര സംഭവമാണെന്ന രീതിയിലല്ല പറയുന്നത്. കാരണം അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് സതീശൻ്റെ വിജയമാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സതീശൻ ഈ വെൽ ഡ്രാഫ്റ്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചതിന് സണ്ണി ജോസഫിനെ വിമർശിച്ചിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വന്ന ഉടനെ അടൂർ പ്രകാശ് പറഞ്ഞത് ഇത് വെൽ ഡ്രാഫ്റ്റഡ് വിജയമാണെന്ന്. അപ്പോൾ അതിലൂടെ വളരെ സൂചന എങ്ങോട്ടേക്കാണ് പോകുന്നത് സൂചനയാണ്. അപ്പം ഇവിടെയൊക്കെ ടാർഗറ്റ് എന്നുള്ളത് സതീശനാണ്. കാരണം സതീശനാണ് ഈ ക്രെഡിറ്റ് പോകുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണ് ഈ ഒരു കുത്തൽ വരുന്നത്. അപ്പോൾ അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വെൽ ഡ്രാഫ്റ്റൊന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ബോധപൂർവം കൊണ്ടുവരുന്നത് സതീശൻ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കേണ്ടതാ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം കൃത്യമായി സതീശനാണ് ഇനി ഫോക്കൽ പോയിന്റിൽ വരുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് സതീശൻ്റെ പൊസിഷൻ കൂടുതൽ ഭദ്രമാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഫ്രസ്ട്രേഷനാണ് ഈ പറഞ്ഞ രീതിയിൽ കണ്ടത്. അതിൻ്റെ വേറൊരർത്ഥം സതീശനാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ശില്പി എന്ന് ലീഗും തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം ലീഗിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, മറ്റേ ചെന്നിത്തലയാണോ സതീശനാണോ കൂടുതൽ നമ്മൾക്ക് ഒരു പാണക്കാടുമായിട്ടുള്ള ഒരു ഇക്വേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, സതീശൻ അങ്ങനെ പാണക്കാടൊക്കെ സന്ദർശനം നടത്താത്ത ഒരാളാണ്. അല്ല, ഇതിലൊരു തലമുറ മാറ്റത്തിൻ്റെ പ്രശ്നം കൂടെ ഉണ്ട് പൊളിറ്റിക്സിൽ, കേരള പൊളിറ്റിക്സിൽ. കേരള പൊളിറ്റിക്സിൽ തലമാറ്റത്തുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നതിന് ശേഷം ലീഗ് തന്നെയും കുറെ കൂടെ സിസ്റ്റമാറ്റിക്കായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ തലമുറയുടെ കൂടെ യോജിക്കുന്ന ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. സതീശൻ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലൊക്കെ ടീം UDF എന്നൊരു സങ്കല്പം വെച്ചിരുന്നു. അത് ചെറുപ്പക്കാരുടെ, കോൺഗ്രസ്സിലുള്ള, മുസ്ലിം ലീഗിലുള്ള, മറ്റു പാർട്ടികളിലൊക്കെ ഉള്ള ചെറുപ്പക്കാരുടെ ഒരു ടീമിനെ, ആ ടീമാണ് നിലമ്പൂർ വരെ പോയത്. ആ ടീം തകരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂയോട് കൂടിയാണ്. അതോടുകൂടിയാണ് അതിൻ്റെ ഒരു ചെതറിൽ വരുന്നത്. അതിനൊന്ന് തിരിച്ചെടുക്കുകയാണ് സതീശൻ ചെയ്തത്. അതെ, വാസ്തവത്തിൽ ഈ ടീം UDF എന്നുള്ളതൊക്കെ ഒരു PR സാധനമാണ്. അതെ, വാസ്തവത്തിൽ ഇവരാരും വർക്ക് ചെയ്തുകൊണ്ടല്ല ജയിച്ചത്. ഇത് ആരൊക്കെ ഇതിപ്പോൾ ജയിച്ചത് നമുക്കറിയാമല്ലോ, ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. പക്ഷെ അതിൽ കൃത്യമായ ചില തീരുമാനങ്ങൾ എടുത്ത് സതീശനാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും സതീശൻ്റെ കൂടെ ആയിരിക്കും ഇനി പാർട്ടി പോകുന്നത്.
പക്ഷേ അതിൽ അസംതൃപ്തരുണ്ട്. ഇന്ന് തന്നെ അസംതൃപ്തി വന്നു എന്നുള്ളതിൻ്റെ ചെറിയ സൂചനകൾ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ അങ്ങോട്ടേക്കുള്ള പോക്ക് സതീശൻ നിർണ്ണയിക്കുന്ന വഴിയിലൊക്കെ ആയിരിക്കും. ഇനിയിപ്പം ഹൈക്കമാൻഡിൽ നിന്ന് ആരെങ്കിലും വരികയോ അല്ലെങ്കിൽ KC വേണുഗോപാൽ, അത് ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ കാര്യമായതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ആസ് ഓഫ് നൗ പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റ് ഭദ്രമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ അല്ല, പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞാൽ അതിനൊരു പ്രവചന സ്വഭാവം അത് മാറിപ്പോവും. അതായത് അർത്ഥമേ മാറും. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ സതീശൻ നയിച്ച തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മേൽക്കൈ എന്നുള്ളത് ഏതാണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ്സിൽ ഇന്ന് വൈകുന്നേരം വരെയുള്ള ഒരു അവസ്ഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. സുഭാഷ്, ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞു നിർത്തിയത് ഈ മുന്നണി ബന്ധങ്ങൾ ഒരുപക്ഷെ മാറ്റം ഉണ്ടായേക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ലീഗിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിരുന്നെങ്കിൽ ലീഗിന് ചിലപ്പോൾ മനംമാറ്റം ഉണ്ടാകാമായിരുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ ആദ്യത്തെ പ്രസ്താവനയിൽ തന്നെ ഒരാളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് കേരളം മാറില്ല എന്ന് മനസ്സിലായില്ലേ എന്ന് PK കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ മുന്നണിയുടെ ദൗർബല്യം ലീഗിൻ്റെ ഉള്ളിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഇനി ഏതാണ്ട് അവസാനിക്കും എന്ന് ഉറപ്പിക്കും. ഒരു വലിയ ആശ്വാസമാണ് ലീഗിന് കിട്ടുന്നത്. കാരണം ലീഗ് അതിൻ്റെ ഒരു സഹനത്തിൻ്റെ പരകോടിയിലായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ കോൺഗ്രസിനെ പോലെ തന്നെ അധികാരമില്ലെങ്കിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ പ്രതിസന്ധിയിലാവുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. അവർ ഈ രണ്ടാം ഘട്ടം കൂടി വരുന്നു. അതിനൊരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴും ഇപ്പം നിലമ്പൂർ അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടായി കഴിഞ്ഞെങ്കിലും ഈ ഒരു UDF ഒരു കൃത്യമായ തരത്തിലുള്ള ഒരു ഐക്യത്തോടെയുള്ള ഒരു സംഭവത്തിന് ഏതെങ്കിലും ഒരു കൃത്യമായ കാര്യത്തിന് കോൺഗ്രസ്സിന് പ്രാപ്തിയില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള വലിയ ഖിന്നത ലീഗിനുണ്ടായിരുന്നു. അത് അവർ പലതവണ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പല രീതിയിലും കൃത്യമായ മുന്നണിയെ നയിക്കേണ്ട കോൺഗ്രസ് ഈ തരത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നു എന്നുള്ള കാര്യം അത് കോൺഗ്രസിലെ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ മുഴുവൻ 3-4 ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF ജയിക്കുകയും അതേപോലെ തന്നെ ചേലക്കരയിൽ ഭയങ്കരമാംവിധം ഭൂരിപക്ഷം താഴ്ത്തുകയൊക്കെ ചെയ്തുവെങ്കിലും ഒരു കെട്ടുറപ്പുള്ളൊരു, അതാണ് നമുക്കൊരു അത്ഭുതം ഇപ്പോഴത്തെ ഒരു വിജയത്തിൽ തോന്നുന്ന തരത്തിൽ അത്രയും കെട്ടുറപ്പില്ലായ്മ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചേരിപ്പോര് കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നിന്ന് പോലും ഇത്തരം ഒരു ഇലക്ഷൻ റിസൾട്ട് വരുന്നു എന്നുള്ളത് ലീഗിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. പിന്നെ എന്നുള്ളത് ഈ ഒരു കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളുടെ ഒരു ബാക്കി പത്രം എടുത്ത് നോക്കിയാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കൃത്യമായ തുടർച്ച തന്നെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. 2010, 2015, 2016 ഒക്കെ ആ തരത്തിൽ 2010 കഴിഞ്ഞപ്പോൾ തന്നെ UDF വിജയിച്ചു. പിന്നീട് 2ലും വലിയ തോതിൽ LDFന് ഗുണം കിട്ടുന്നതായിരുന്നു. അപ്പോൾ അത് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തങ്ങളുടേതാണ് എന്നൊരു ചിന്ത വല്ലാത്ത തോതിൽ ലീഗിനുണ്ട്. ആ ഒരു ഉണർവ് ഇന്നിപ്പോൾ ഈ ലീഗിൻ്റെ ആഘോഷ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ അവർ സംഭരിച്ചു വെച്ച ഊർജ്ജം മുഴുവൻ ഇന്ന് റോഡിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്രയും വലിയൊരു ആഘോഷം തിമിർപ്പാണ് മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ലയിൽ വലിയ തോതിലുള്ള വിജയം അവർക്ക് ഇത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ 2010-ലേതിന് തുല്യമായ വിജയം എന്നാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കളെല്ലാവരും ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. ഈ 2010 വലിയ വിജയം നേടിയതിന് ശേഷം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഫലം 68 സീറ്റ് LDFനും 72 സീറ്റ് UDFനും എന്നായിരുന്നു. അപ്പോൾ ഇതേ വിജയ ശതമാനം ഒരുപക്ഷെ 3 മാസം അന്നും 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ചെയ്തത്. ഇതേ ഫലം തന്നെ ആവർത്തിച്ചോളണം എന്ന നിർബന്ധമൊന്നും ഒന്നുമില്ല. അപ്പോൾ ഇനി വരുന്ന രാഷ്ട്രീയ സാഹചര്യവും ഒരുപക്ഷെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാം. ഇപ്പം നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഇതൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയി കണ്ടുകൊണ്ട് ഇടതുമുന്നണി അതിൻ്റെ മൊത്തം കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനം നടത്തുകയും ആ രീതിയിലുള്ള നയവ്യത്യാസങ്ങൾ അതിന് എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ള കാര്യം സംശയമാണ്. എങ്കിൽ പോലും അതിനൊക്കെയുള്ളൊരു ശ്രമം കൂടി നടത്തിയാൽ ഇതൊരു ഈസി വാക്ക് ഓവർ ഒരു തരത്തിലും ആർക്കും കിട്ടാത്ത തരത്തിലുള്ളൊരു ടൈറ്റായ മത്സരത്തിലേക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പം ഇവർ പറഞ്ഞ പോലെ ഈ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സൗജന്യങ്ങൾ നൽകിക്കൊണ്ടും അതൊന്നും ഗുണവത്തായില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇനി അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയുടെ ബാക്കിയുള്ള ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ ആ രീതിയിലൊക്കെ ഒരു 5-6 മാസം കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു മത്സരത്തിലേക്ക് വീണ്ടും കേരളം പോകും. സുല്ല, അതൊരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ വോട്ടായിട്ട് സാധാരണ പരിഗണിക്കുക ജില്ലാ പഞ്ചായത്ത്
വാർഡുകളിലെ വോട്ടാണ്. കാരണം വെച്ചാൽ ഏതാണ്ട് ഒരു അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ ഒരു പകുതിയോ മുക്കാലോ ഒക്കെ വരും ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് തുല്യമാണ്. അതിൻ്റെ വോട്ട് മുഴുവൻ ഡാറ്റ വന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല ഭൂരിപക്ഷം LDFനുണ്ട്, കൊല്ലത്ത് ഭൂരിപക്ഷമുണ്ട്, ആലപ്പുഴയിൽ വലിയ പരാജയം മുനിസിപ്പാലിറ്റികൾ നേരിട്ട് ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്തിൽ നല്ല മേൽക്കൈ LDFനുണ്ട്. അതേസമയം ഇടുക്കി അവർക്ക് നഷ്ടപ്പെട്ടു പോയി, കോട്ടയം അവർക്ക് കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെട്ടു പോയി, പത്തനംതിട്ട അവർക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ എന്നാലും കൊല്ലം പോലുള്ളൊരു സ്ഥലത്ത് നേരിട്ടൊരു പരാജയം വളരെ പ്രധാനം. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്, പഞ്ചായത്തിലുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഭൂരിപക്ഷമുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷൻ തോറ്റു, മറ്റ് ചില പഞ്ചായത്തുകൾ അവർക്ക് കൈവിട്ട് പോയി എങ്കിൽ പോലും, ഇപ്പോൾ പുനലൂരൊക്കെ വലിയ തിരിച്ചടി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ജില്ലാ പഞ്ചായത്തിൽ അവർ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പൊളിറ്റിക്കൽ വോട്ട് എന്നുള്ളത് പൂർണ്ണമായും LDFിൽ നിന്ന് അകന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പൂർണ്ണമായും അകന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും നേരിടുന്നൊരു പ്രതിസന്ധി, ഇപ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് CPM പോലുള്ളൊരു പാർട്ടിയുടെ സംഘടനാ ശക്തി കൂടെ പരീക്ഷിക്കുന്ന ഒരു പ്രദേശം. പ്രത്യേകിച്ച് CPM പോലെ സംഘടനാ സംവിധാനം വേറൊരു പാർട്ടിക്കും BJPക്ക് വലിയ ഉള്ളൂ. BJPക്ക് അത്ര പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ബ്രാഞ്ച് മുതലുള്ള ഒരു സംഘടനാ സംവിധാനം, ആ സംഘടനാ സംവിധാനത്തിന് എനിക്ക് തോന്നുന്നത് അതൊരു ബ്യൂറോക്രാറ്റിക് സംവിധാനമായി 10 വർഷം കൊണ്ടല്ല, നേരത്തെ തന്നെ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ആ സംവിധാനമായി മാറി. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ജനങ്ങളുടെ മാറ്റം എന്താണെന്നൊന്നും അവരുടെ പൾസ് അറിയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ നേരത്തെയൊക്കെ അവർ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ കഴിയുമായിരുന്നു, ആ ബൂത്തിൽ ഇത്ര വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. ഇപ്പം അങ്ങനെ അതൊക്കെ തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞ ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനമായി അത് മാറി. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ ഈ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് മറ്റൊരു ആൾക്കൂട്ടമാണ്, നേതൃത്വം അങ്ങ് ഇറങ്ങി പോകുന്നു. ഇപ്പോൾ ലീഗിനാണ് കുറച്ചെങ്കിലും സംഘടനാ സംവിധാനം അങ്ങനെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എന്തുമാത്രം ഈ സംഘടനാ സംവിധാനത്തെ കൂടെ ഈ 3 മാസം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയ ചലഞ്ചാണ് CPMനെ സംബന്ധിച്ച്. ഈ സംഘടനാ സംവിധാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ 2011 3.5 പതിറ്റാണ്ട് നിന്നിട്ട് പൊളിഞ്ഞുപോയ ബംഗാളിൻ്റെ ഇലക്ഷൻ അത് കവർ ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പിന്നെ അവരുടെ കൽക്കത്തയിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ ബിമൻ ബോസ് അടക്കമുള്ള നേതാക്കന്മാർ ഒറ്റമുറി ഫ്ലാറ്റിൽ അപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ജനകീയരായ രീതിയിൽ തന്നെയാണ്. പക്ഷേ ഉൾപ്രദേശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ആ ഭയങ്കരമായ വിധമുള്ള പിന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ വെളുപ്പിന് ഒരു സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് കാണുന്ന ഒരു എന്ന് വെച്ചാൽ പൊളിഞ്ഞു പോയൊരു കെട്ടിടത്തിൻ്റെ ഓട് എടുത്തുകൊണ്ട് പോവാണ് ആളുകൾ, ഗ്രാമീണർ വന്നിട്ട് കഴുക്കോൽ ഊരിക്കൊണ്ട് പോവാണ്. അത് നോക്കുമ്പോൾ ഒരു CPMൻ്റെ ഓഫീസാണ്. അതൊരു കൃത്യമായ ചിഹ്നമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ. അവിടെ ഞങ്ങളൊരു ഗ്രാമീണനോട് സംസാരിച്ചു, അയാളോട് നമ്മൾ ഒഫീഷ്യലി ബൈറ്റ് എടുത്തു. ഞങ്ങൾ 3-4 ടീമുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ. അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ CPM മാത്രമേ ജയിക്കുള്ളൂ, ഇതാണെന്നൊക്കെ ഭയങ്കര CPM മാത്രമാണ്, CPM എന്നുള്ള 5-6 തവണ പറഞ്ഞു. പിന്നെ ഞങ്ങളിതെല്ലാം പൂട്ടിക്കെട്ടി വെച്ചിട്ട് പിന്നെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ അയാൾ പറഞ്ഞു ഒരു രക്ഷയില്ല, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഇവിടെ ഇപ്പോൾ സംഘടനയൊന്നുമില്ല, പാർട്ടിക്കാരില്ല, ഏരിയ കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി ഒന്നുമില്ല, അവിടെ കമ്മിറ്റികളില്ല, ഒരു ആൾക്കൂട്ടമാണ് ഇപ്പോൾ ഇത് ഭരിക്കുന്നത്, അവരുടെ തോന്നിയാസമാണ്. എന്നിട്ട് അയാൾ പറഞ്ഞ ഒരു ഉദാഹരണം, എൻ്റെ മോടെ കല്യാണമായിരുന്നു, അത് ഞാൻ 100 പേരെ വിളിച്ചിട്ടുള്ളൂ, പക്ഷേ കല്യാണത്തിൻ്റെ ഒരു 5 ദിവസം മുമ്പ് ഇവിടുത്തെ CPMൻ്റെ നേതാവ് വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, അതിലുള്ള 100 പേർ കൂടി ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് നിൻ്റെ കല്യാണം നടക്കുന്നത്, നമുക്ക് കാണാം എന്ന് പറഞ്ഞു. അവസാനം ഞാൻ എൻ്റെ പലിശയ്ക്ക് പണം എടുത്തിട്ടാണ് ആ ഭക്ഷണം കൊടുത്തത് എന്നയാൾ പറഞ്ഞു. എന്നുവെച്ചാൽ ഈ ഒരു 10-35 വർഷം ഒന്നിച്ച് ഒരു പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഡീഗ്രഡേഷനാണ്. അതിന് സംഘടനാ സംവിധാനങ്ങളില്ല, താഴെത്തട്ടിൽ യൂണിറ്റുകളില്ല, ഒന്നുമില്ല, ആൾക്കൂട്ടമില്ല. അതിൻ്റെ പേരിലൊക്കെ സംഘടിക്കുന്ന ക്രിമിനലുകൾ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്ന രീതിയിലേക്ക് അവിടെ മാറിയിരുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടൊരു ചലനാത്മകമല്ലാത്തൊരു ശരീരമായി ഈ പാർട്ടി സ്വാഭാവികമായി ഈ ഭരണ തുടർച്ച ഉണ്ടാകുമ്പോൾ പോകുക. അത് ഏത് പാർട്ടി ആയാലും സംഭവിക്കുന്നൊരു കാര്യമാണത്. അതിലൊരു തിരുത്തുണ്ടാവുകയെന്ന് ഇപ്പോൾ സുനിൽ പറയുന്ന പോലെ അത്ര എളുപ്പമാണോ ഇതിനൊരു തിരുത്തുണ്ടാവുക എന്ന് പറയുന്നത്? ഇപ്പോൾ സംഘടനാ സംവിധാനം ചലിക്കണം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം തിരിച്ചെടുക്കാൻ പാകത്തിലുള്ള പ്രവർത്തനം നടത്തണം. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പിന്നെ ബിനോയ് വിശ്വം വീണ്ടും സംസാരിക്കുന്നു. അത് നേരത്തെ സുനിൽ പറഞ്ഞതിൻ്റെ കൃത്യം കാര്യമാണ്. അതായത് മുമ്പായിരുന്നെങ്കിൽ PM ശ്രീ ഈ തരത്തിൽ മുന്നണിയിലോ പാർട്ടിയിലോ ചർച്ച ചെയ്യാതെ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അത് CPMൽ വലിയ തോതിലുള്ള എന്താ പറയുക അവരുടെ യോഗത്തിൽ വലിയ വാക്തർക്കങ്ങൾക്ക് കാരണമാകുമായിരുന്നു.
ഇത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി നമുക്കാരും അറിയില്ല. ഈ ഈ ഇതിന് മുമ്പ് ഇത്തരം ഒരു സംഭവം ഒപ്പിടുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച പാർട്ടിയിലുള്ളതായിട്ട് അതിൻ്റെ ഒരു നേതാക്കന്മാർ പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആരോ ഒന്നോ രണ്ടോ വ്യക്തികൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്തരം ഒരു മാറ്റത്തെ എളുപ്പത്തിലൊന്നും തിരിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും ഇലക്ഷനിൽ പിടിച്ചു നിൽക്കാം എന്നുള്ളത് ഒരു വ്യാമോഹം മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അവസാനമായിട്ടൊരു കാര്യം കൂടെ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ 2010, 2011 എന്നുള്ള ഉദാഹരണം അവരുടെ മുമ്പിലുണ്ടല്ലോ, ഇവരുടെ മുമ്പിൽ മാത്രമല്ലല്ലോ, അവരുടെ മുമ്പിലുണ്ട് ഈ ഉദാഹരണം. അപ്പോൾ ഇപ്പം നേരത്തെ ടീം UDF എന്ന് സതീശൻ വിശേഷിപ്പിക്കുന്ന കേട്ടു. നമുക്ക് തന്നെയും അറിയാം ടീം UDF എന്നുള്ളത് എന്താണ്, ഏത് തലം വരെ പോകും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പക്ഷേ ഈ വിജയത്തിൽ നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ കുറേ കൂടെ ഓർഗനൈസ്ഡ് ആവാനുള്ളൊരു ശ്രമം UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കെ മുരളീധരന് ചുമതല കൊടുക്കുന്നു. കെ മുരളീധരൻ അവിടെ പോയതിന് ശേഷം ഈ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നു. അവിടെ ലീഡ് ചെയ്യാനായിട്ട് ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തുന്നു. ആ ചെറുപ്പക്കാരൻ പഴയ MLA കെ ശബരിനാഥൻ്റെ മേയർ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നു, പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ നേട്ടം UDFന് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നു. അതിൻ്റെ തൊട്ടുപുറകെ കൊല്ലത്ത് മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, അവർ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് തുടങ്ങുന്നു, അതിൻ്റെ പ്രതിഫലനം കൊല്ലത്തുണ്ടാവുന്നു. അപ്പോൾ പിന്നെ തൃശ്ശൂരും ഇതേപോലെ പ്രഖ്യാപിച്ചു. അപ്പോൾ കൊച്ചിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആവുന്നുണ്ട് കോൺഗ്രസും UDFും എന്നുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ 2011 ആവർത്തിച്ചേക്കില്ല. ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഈ UDF എന്ന സംവിധാനം ഇപ്പം 2011 ഇപ്പോൾ. ഇപ്പം ജോസ് കെ മാണി പോയതോടുകൂടി, നേരത്തെ UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSP ഒക്കെ പിന്നെ പണ്ടേ പോയല്ലോ. ഇതാണ് പ്രധാനപ്പെട്ട ശക്തികൾ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഈ ക്രിസ്ത്യൻ വിഭാഗവുമായി ബന്ധപ്പെടുന്നത് കേരള കോൺഗ്രസ് ആണ്. അതിൻ്റെ താരതമ്യേന ദുർബലമാണ്. ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പുമായി താരതമ്യം ചെയ്താൽ താരതമ്യേന ദുർബലമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ദുർബലമായൊരവസ്ഥയിലാണ് UDF ഈ ഒരു വിജയം നേടുന്നത്. ഈ പറഞ്ഞ പോലെ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ കെ മുരളീധരനെ പോലുള്ള ഒരാളെ തിരുവനന്തപുരത്ത് ചാർജ് കൊടുത്തു. കൊച്ചിയിലെ ചാർജ് VD സതീശൻ നേരിട്ടാണ് ഏറ്റെടുത്തത്. അതിൻ്റെ നേട്ടവും ഉണ്ടായി. തൃശ്ശൂരും ഈ കോഴിക്കോടും എല്ലാം തന്നെ ഇങ്ങനൊരു കൃത്യമായി തന്നെ ആളുകളെ വികേന്ദ്രീകരിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം പ്രവർത്തകർക്കും നേതാക്കന്മാർക്കൊക്കെ വലിയ ആവേശം നൽകും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സ്വാഭാവികമായും അവരുടെ ഒരു സംഘടനാ സംവിധാനം പുനരുജ്ജീവിച്ച് വരാനുള്ള സാധ്യത CPMനെ പോലെ അല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആൾക്കൂട്ടം ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളായി അതിനെ പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരാൻ കോൺഗ്രസിനും UDFനും താരതമ്യേന എളുപ്പമാണ്. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്രയ്ക്ക് എളുപ്പമാണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. അല്ലെങ്കിൽ വലിയ സർജറി നടത്തേണ്ടി വരും. അപ്പോൾ അതിന് ഒരുപാട് ആത്മപരിശോധനയും സ്വയം വിമർശനവും തിരുത്തലുകളും ഒക്കെ അവർക്ക് വേണ്ടി വരും. അതിന് എത്രമാത്രം കഴിയുമെന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ഇപ്പം ഈ BJP ജയിച്ചു എന്നുള്ളത് കൊണ്ട് അങ്ങനെ പൂർണ്ണമായും BJPക്ക് തിരുവനന്തപുരം വിട്ടു പോകണമെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് UDF അവിടെ ഉണ്ടാക്കിയൊരു നേട്ടം പ്രധാനമാണ്. 10 സീറ്റിൽ നിന്ന് 19 സീറ്റിലേക്ക് അവർ വളർന്നു. അത് മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ആ തുടർച്ച ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായാൽ ഇവരെ തടഞ്ഞു നിർത്താൻ കഴിയും. പക്ഷേ BJP മറ്റു ചില തന്ത്രങ്ങൾ പയറ്റാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂരിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഓപ്പറേഷൻസിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ആ ഓപ്പറേഷനുള്ള സാധ്യത പോലും ഈ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഇല്ലാതായിട്ടുണ്ടാവും. പക്ഷേ തിരുവനന്തപുരത്ത് നോക്കുമ്പോൾ അത് ഇപ്പോഴും ഒരു സാധ്യതയായി തന്നെ നിൽക്കുന്നത്. ഞാൻ അവസാനം സുഭാഷ് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്കാണ് തിരിച്ചു വരുന്നത്. അതായത് BJP ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള ഫീല് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ വളരെ പ്രബലമായി ഉണ്ടായിരുന്നു. അത് 20% വോട്ട് അവർ നേടിയിരുന്നു. ഇത്തവണ 20% വോട്ടിലേക്ക് എത്തും. വോട്ട് കണക്ക് നമുക്ക് അനലൈസ് ചെയ്താലേ അറിയുള്ളൂ അത്ര എത്തിയോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു, പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ വലിയ വിജയം നേടും, ചിലതൊക്കെ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നൊക്കെയുള്ള പ്രചാരണങ്ങളുണ്ടായിരുന്നു. അതങ്ങ് മാറിയിട്ട് LDFനെതിരായ വികാരമുണ്ടായാൽ അതിൻ്റെ നാച്ചുറൽ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് UDF തന്നെയാണ്. അവർക്കാണ് ഇപ്പോഴും ജനബന്ധമുള്ളത്, അല്ലെങ്കിൽ ജനങ്ങൾ ഇപ്പോഴും അവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നൊരു ഫീൽ ഈ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് തീർന്നാൽ അപ്പം BJP പുനർജനിപ്പിക്കും, വളരെ വലുതാവും.
അതേപോലെ തന്നെ CPM അടിയേറ്റാലും അവർ എന്തൊക്കെ ആയാലും അവർ വരും ഒരു ഭീതി ഉണ്ടായിരുന്നു പൊതുവെ. ആ സംഭവം ഈ ഒരു കാര്യത്തോടു കൂടി ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു കൃത്യം കാര്യം എടുക്കണം. കാരണം വെച്ചാൽ കഴിഞ്ഞ പിന്നെ 2020 ഇതിൽ 1200ഓളം ഗ്രാമസഭാ മണ്ഡലങ്ങളാണ്, ഗ്രാമപഞ്ചായത്തുകളിൽ 1200ഓളം വാർഡുകളിലാണ് ഇവർ ജയിച്ചിട്ടുള്ളത്. 7000 ചില്ലാനം LDF ജയിച്ചിട്ടുണ്ട്. 6000-നടുത്ത് 5800 മറ്റോ ആണ് UDF ജയിച്ചിട്ടുള്ളത്. ഇത്തവണ ഇവർ എത്ര ജയിച്ചിട്ടുണ്ടോയെന്നുള്ളത് നോക്കണം. ജില്ലാ പഞ്ചായത്തുകളിൽ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഡിവിഷനുകളിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും 2 പിന്നെ മുനിസിപ്പാലിറ്റികളെ ഉണ്ടായിരുന്നുള്ളൂ. അത് 2 നിലനിന്നല്ലാതെ ഒരു കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ കോർപ്പറേഷൻ കഴിഞ്ഞ തവണ അവർക്ക് 34 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീറ്റ് 34 എന്നുള്ളത് 50 ആവുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു വലിയ തോതിലുള്ള വർധനവ്, വലിയ തോതിൽ ഒലിച്ചുപോക്ക്, കോൺഗ്രസിൽ നിന്ന് കുറേ പേര് ഒലിച്ചുപോയി, അല്ലെങ്കിൽ പിന്നെ ഈ എന്താ പറയുക ഇടതുപക്ഷത്തുണ്ടായിരുന്ന ഈഴവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയി. അത്തരം കണക്കൂട്ടലുകൾക്കൊന്നും ഇതുവരെ നമ്മുടെ ഒരു കാര്യമായിട്ടൊരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ഈ ഇപ്പം ഒരു കഴിഞ്ഞ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ BJPയുടെ പീക്കാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും എന്താ പറയുക നേട്ടം കൊയ്യാൻ കഴിയുന്ന തരത്തിൽ ഉള്ള ഒന്നാണ് BJP എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലല്ല ഈ റിസൾട്ട് വന്നിട്ടുള്ളത്. റൈറ്റ്. എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം UDFനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആവേശം നൽകുന്നതാണ് എന്നതിൽ തർക്കമില്ല. അവർ പോലും പ്രതീക്ഷിക്കാത്ത വിജയം. നേതാക്കൾ തന്നെ അത് തുറന്നു പറയുന്നു. KPCC പ്രസിഡന്റ് ആദ്യത്തെ പ്രതികരണത്തിൽ അദ്ദേഹം അത് തന്നെ പറഞ്ഞു, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന്. ആ തരത്തിലൊരു വിജയം UDFന് നൽകുമ്പോൾ അത് UDFന് നൽകുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അവർക്ക് നൽകുന്ന ഒരു ആവേശം ചെറുതല്ല. അതേസമയം ഇപ്പുറത്ത് LDF കൺവീനറും CPIM സംസ്ഥാന സെക്രട്ടറിയും തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ഇല്ലാതായിട്ടില്ല എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ തങ്ങൾക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തും എന്ന് പറയുന്നുമുണ്ട്. എന്തായിരിക്കും തിരുത്താൻ ശ്രമിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. അതുപോലെ ഈ വർദ്ധിത വീര്യത്തോടുകൂടി UDF എങ്ങനെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് കണ്ടറിയാം നമുക്ക്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണ്, യഥാർത്ഥത്തിലുള്ള വോട്ട് ശതമാനം മുന്നണികൾ തിരിച്ച് പാർട്ടികൾ തിരിച്ച് എത്രയൊക്കെയാണ് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ഈ സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം.